ഇത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു അക്കനോട് ചോദിച്ചപ്പോൾ അക്ക പറഞ്ഞ് എന്താ രാമനവമിയാണ് എന്ന് പറഞ്ഞു. അതായത് സാറ്റർഡേ ഓ സൺഡേ എന്തോ രാമനവമി ആന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് അവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവം കൂടിയാണ് അവിടെ അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെയാണ്. നമ്മുടെ കോതമംഗലം പള്ളിയിൽ പെരുന്നാളിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നാളെ ഇവിടെ എന്താ ഫെസ്റ്റിവൽ എന്ന്, നാളെ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. രഞ്ജി, നാളെ ഇവിടെ എന്താ പ്രത്യേകത? അങ്ങനൊന്നുമില്ല. അവിടുത്തെ ടെമ്പിളിന്റെ ഉത്സവത്തിന്റെ ആ. അപ്പൊ നാളെ ഇവിടെ എന്തോ ഒരു ഇതില്ലേ, നാളെ ഇവിടെ എന്തോ പ്രത്യേകതയുള്ള ദിവസമല്ലേ? എന്തെന്നാണ് ഞാൻ വീഡിയോ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പോലെ. ಕುರುಕ್ಷೇತ್ರ ಯುದ್ಧಸೂತ್ರವು ನನ್ನ ಕೈಯಲ್ಲಿ ಚತುರಂಗದ ದಾಳಗಳಂತೆ ದರ್ಪಾಂತ ಕ್ಷತ್ರಿಯರನ್ನು ಅಲ್ಲಿಂದಿಲ್ಲಿಗೆ ಇಲ್ಲಿಂದಲ್ಲಿಗೆ ನಡೆಸುವುದು ಶಸ್ತ್ರಾಸ್ತ್ರಗಳ ಸಂಗ್ರಹವೇ ಪೌರುಷದ ಪರಮಾವಧೆಂದು ಈ ಜಗತ್ತಿಗೆ ತೋರಿಸುವುದು. ಸತ್ಯದ ಕಿರಣ ಪ್ರಕಾಶದಿಂದ ಈ ಜಗತ್ತನ್ನು ಬೆಳಗಿಸುವುದು. ಈ ಕುರುಕ್ಷೇತ್ರ ರಕ್ತ ಪ್ರಳಯದಲ್ಲಿ ನನ್ನ ಕೈಗಳು ಸ್ವಚ್ಛ ಹಿಮದಂತೆ ನಿರ್ಲಿಪ್ತವಾಗಿ ಬೆಳೆದನು. നമ്മുടെ ബാക്കിൽ, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ബാക്കിൽ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം മുന്നേ തൊട്ട് ഇങ്ങനെ എന്താ പറയുക എന്തൊക്കെയോ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ നടക്കാൻ പോയ വീഡിയോസാണ് ഏറ്റവും ആദ്യം ഉള്ളത്. അന്ന് ബാലയോ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം മനസ്സിലാവുന്ന കന്നഡ ഭാഷ ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ കണ്ണ് മറച്ചൊക്കെ അതിൻ്റെ ഇതായില്ല, മീൻസ് അതിൻ്റെ ഒരു ഇതല്ല, അമ്പലത്തിൽ ഉത്സവത്തിൻ്റെയാണ്. പക്ഷേ അതിൻ്റെ ബാക്കിലാണ് അമ്പലം എന്ന് ഞങ്ങൾക്ക് അറിയാൻ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ആ സ്ട്രീറ്റിൻ്റെ ഇങ്ങേറ്റം വരെ നടക്കാൻ പറ്റപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. രാവിലെ അതായത് 3 ദിവസം മുന്നേ തുടങ്ങി ഞായറാഴ്ച രാവിലെ തൊട്ട് ഫുള്ള് പരിപാടികളൊക്കെ ആയിരുന്നു. അത് തിങ്കളാഴ്ച രാവിലെ 9 മണി വരെ, രാത്രി 8 മണിക്ക് രാത്രി ഒരു എത്ര പറയാ, ഒരു 4 മണി ആ സമയത്തൊക്കെയാണ് നമ്മുടെ താലപ്പൊലി പ്രദക്ഷിണം പോലെ പ്രദക്ഷിണമൊക്കെ വന്നത്. അതുപോലെ വെടിക്കെട്ടും ഒക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ പോയി കണ്ടു, എല്ലാ കാര്യങ്ങളും സെറ്റപ്പായിരുന്നു.
പേയാക്കാൻ പേയാവണ്ട. നമ്മൾ മറ്റേ ഓണത്തിന് പൂവിടില്ലേ, ഓണത്തിന് പൂവിടുന്ന പോലെ ഫുള്ള് പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇവർ പ്രദക്ഷിണത്തിന് വരവേൽക്കണത്. പ്രദക്ഷിണം മീൻസ് നമ്മൾ ഈ താലപ്പൊലിയൊക്കെ കയറി അത് വരില്ലേ, അതുപോലെ എന്തോ ഒരു സാധനം, എന്തോ ഒരു സംഭവമുണ്ട്. എന്ത് സംഭവമാണ് ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല. പിന്നെ രഥമൊക്കെ കാണണം, അടിപൊളിയായിരുന്നു. ഫുള്ള് ഫ്ലവേഴ്സ് വെച്ച് അലങ്കരിച്ച് ഫോട്ടോ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ.